കാതറിൻ? ലക്കി കാതറിനെ വിളിച്ചു. അവൾ തിരിഞ്ഞു നോക്കി. നഥാൻ വിളിച്ചിരുന്നു. എന്നോട് നാളെ തന്നെ കൊൽക്കത്തയ്ക്ക് പോകാൻ പറഞ്ഞു. കാതറിൻ വിരലിൽ നിന്ന് മോതിരമൂരി. കൊൽക്കത്തയിലേക്കോ? എന്തിന്? 5-ാം മാസത്തിലല്ലേ വിശുദ്ധ ഏതനെ മനസ്സിലാക്കുക? ജന്മരഹസ്യ രേഖ നേരെ നിന്നു. അതിനർത്ഥം നിന്റെ വയറ്റിൽ വളരുന്ന കുഞ്ഞ് വിശുദ്ധനാണെന്നല്ലേ? അപ്പോ നീ ജൂതയാണോ? ആണോ കാതറിൻ? നീ ജൂതയാണോ? കാതറിൻ മോളി, ഞാൻ ജൂതയാണ്. നിന്നെക്കുറിച്ച് അവൻ എന്തോ സംശയമുണ്ട് കാതറിൻ. നീയാണോ അവന്റെ രക്ഷക എന്ന്. അതാ എന്നോട് കൊൽക്കത്തയ്ക്ക് പോകാൻ പറഞ്ഞത്. ഞാൻ പോകണോ? ലക്കി ചോദിച്ചു. വേണം. എന്റെ മേലേക്ക് പറഞ്ഞതനുസരിച്ചേ പറ്റൂ. നീ പോകണം. പോയി എല്ലാം അറിഞ്ഞ് തെളിവ് സഹിതം നീ എല്ലാം നഥാനെ അറിയിക്കണം. ഞാൻ പോയാൽ നീ ഇവിടെ ഒറ്റയ്ക്ക്? ഞാൻ ഒറ്റയ്ക്കല്ലല്ലോ ലക്കി. മാമിയും അമ്മച്ചിയുമില്ലേ, പിന്നെ ഈ മോതിരവും. എന്നാൽ ഞാൻ പോയി വരാം അല്ലേ? കാതറിൻ മോളി. ഓക്കെ. ലക്കി തന്റെ മുറിയിലേക്ക് പോയി. ആൽവിൻ റൂമിലേക്ക് വരുമ്പോൾ ബാഗിൽ ഡ്രസ്സ് എടുത്ത് വെക്കുകയായിരുന്നു. ഇവൻ പോവാണോ? അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. ഇനിയിപ്പോ ഞാനും പോകേണ്ടി വരുമോ? ഓപ്പ്. ചോദിച്ചു നോക്കാം. നീ എന്താടാ, എങ്ങോട്ടെങ്കിലും പോവാണോ? പോവാ. എവിടേക്ക്? ആൽവിൻ ചോദിച്ചു. അത് ലക്കി ഒന്ന് ആലോചിച്ചു. വേണ്ട, ഇവനോട് പറഞ്ഞാൽ ചിലപ്പോൾ എലീനയുടെ ചെവിൽ എത്തിച്ചെന്ന് വരും. അത് ചിലപ്പോൾ പണിയാകും. ഞാനൊന്ന് മുംബൈ വരെ പോവാ. മുംബൈക്കോ? അവിടെ എന്താ? അത് അച്ഛൻ വിളിച്ചു പറഞ്ഞു. അവിടെ ഒരു മീറ്റിംഗ് ഉണ്ട്, അറ്റൻഡ് ചെയ്യാൻ. നീയോ? നിന്റെ അപ്പന്റെ മീറ്റിംഗോ? അൺബിലീവബിൾ. നീ വേണേ വിശ്വസിച്ചാ മതി. നീയുണ്ടോ? ലക്കി ചോദിച്ചു. ഏയ്, ഞാനില്ല. പിന്നെ ഞാനൂടി വന്നാൽ ഇവിടെ ഒരു ഗർഭിണിയുള്ളതല്ലേ. എന്തെങ്കിലും എമർജൻസി വന്നാലോ? 1 അല്ല 2 എണ്ണം. നിന്റെ വിത്തിന്റെ കാര്യം മറന്നോ? അത് കേട്ടപ്പോൾ ആൽവിന്റെ മുഖം മാറി. അന്നേരമാണ് ലക്കിക്ക് കോൾ വന്നത്. ലക്കി ഫോൺ നോക്കി. അഡ്വക്കേറ്റ് നരേന്ദ്രൻ. ലക്കി ഫോൺ കൊണ്ട് പുറത്തേക്ക് പോയി. അപ്പോ ലക്കി മീറ്റിംഗ് അറ്റൻഡ് ചെയ്യാൻ മുംബൈ പോവുകയാണ്. നഥാൻ റൂമിൽ. ഏതൻ ഗാർഡനിൽ ഞാനും കാതറിനും മാത്രം. മാമിയെ അമ്മച്ചിയും പൂട്ടാൻ വഴിയുണ്ട്. ആൽവിൻ ചിരിച്ചു. നിനക്കെന്ത് പറ്റി നഥ? അക്കു ചോദിച്ചു. അക്കു, വിശുദ്ധ ഏതൻ ജനിക്കുക ജൂതനായ അച്ഛനും അമ്മയ്ക്കുമാണ്. അങ്ങനെയെങ്കിൽ കാതറിൻ ജൂതയാവില്ലേ? എങ്കിൽ അവൾ എന്തുകൊണ്ട് എന്നിൽ നിന്നത് മറച്ചുവെച്ചു? ഞാൻ അവൾ എൻ്റെ ലൈഫിൽ വന്നതു മുതലുള്ള കാര്യങ്ങൾ ആലോചിക്കുമായിരുന്നു. എവിടെയോ ഒരു മിസ്റ്ററി ഫീൽ ചെയ്യുന്നു. കാതറിൻ എൻ്റെ രക്ഷകയാണോ എന്ന്. എങ്ങനെ? അങ്ങനെയെങ്കിൽ എന്തേ നിനക്കത് നേരത്തെ തോന്നിയില്ല? ആ നഥാനും ഈ നഥാനും തമ്മിൽ അന്തരമുണ്ടാക്കൂ. ഈ നഥാൻ ഏത് രീതിയിൽ വേണമെങ്കിലും ചിന്തിക്കും ഇപ്പോൾ. എൻ്റെ സംശയം ശരിയാണെങ്കിൽ അക്കു, ലക്കി കൊൽക്കത്ത എത്തേണ്ട താമസം. അപ്പോൾ ഇനി അത് ശരിയാണ്, കാതറിൻ നിന്റെ രക്ഷകയാണെങ്കിൽ ഏതെന്റെ കാവൽക്കാരിയല്ലേ? അങ്ങനെയെങ്കിൽ നിന്റെ അടിമ. ഇവിടെ എന്നെ പഠിപ്പിച്ച നിയമത്തിലൊന്നാണ് അടിമകളെ അടിമകൾ മാത്രമായി കാണുക എന്നത്. അവരുമായി മറ്റൊരു ബന്ധവും പാടില്ലെന്ന്. അപ്പോൾ കാതറിൻ, അവളെ നീ ഒഴിവാക്കുവാണോ? അതിന് നഥാൻ മരിക്കണം. ഇവരുടെ നിയമത്തിൽ ആദ്യത്തേതാണ് പറഞ്ഞ വാക്ക് പാലിക്കുക എന്നത്. എൻ്റെ ജീവിതത്തിൽ കാതറിൻ മാത്രമേ ഉള്ളത്. ഞാൻ അവൾക്കും എനിക്കും കൊടുത്ത വാക്കാണ്. അവളല്ലാതെ മറ്റൊരു പെണ്ണിന്റെ ജീവിതത്തിൽ ഉണ്ടാകില്ല. അപ്പോ നിയമങ്ങൾ? ശബ്ദം കേട്ട് അക്കുവും നഥാനും തിരിഞ്ഞു നോക്കി. കേറയായിരുന്നു. അപ്പോ ഈ നിയമങ്ങൾ, അതെല്ലാം ആര് പാലിക്കും? കേറ, ഈ നിയമങ്ങൾ പാലിക്കാൻ ശ്രമിച്ച് ജീവിതമില്ലാതെയായിപ്പോയ ഇമ്മാനുവലേത്തനെയും മിറയും പോലെ എൻ്റെ ലൈഫ് നശിപ്പിക്കാൻ ഞാൻ സമ്മതിക്കില്ല. എൻ്റെ ജീവിതം തീരുമാനിക്കേണ്ടത് ആരുടെയോ ഇഷ്ടത്തിന് എഴുതിയ നിയമങ്ങളല്ല, ഞാൻ തന്നെയാ. അത് ഞാൻ തീരുമാനിക്കുകയും ചെയ്തു. പക്ഷെ മേലേക്ക്, നോ. ഞാൻ പറഞ്ഞിട്ടുണ്ട് നിന്നോട്, ഞാൻ നിന്റെ മേലേക്കാണ്. അതുകൊണ്ട് തന്നെ എന്നെ ചോദ്യം ചെയ്യരുതെന്ന്. നിന്റെ ഒരു മേലേക്ക് ഈ നിയമങ്ങളെല്ലാം കത്തിച്ചു കളഞ്ഞതാണ്. അത് ഓർമ്മയുണ്ടായിരിക്കട്ടെ. നഥാൻ കേറയെ നോക്കി. പോൾ! ജോഷ പോളിനെ വിളിച്ചു. ജോഷ. അയാൾ ജോഷയ്ക്ക് മുന്നിൽ വന്ന് തലകുനിച്ചു നിന്നു. അടുത്ത വിശുദ്ധൻ വെറും വിശുദ്ധനല്ല, വിശുദ്ധനായ അച്ഛന്റെ വിശുദ്ധനായ മകൻ, ദൈവപുത്രൻ. കണ്ടോ? നീ കണ്ടോ? അയാൾ ഒരു ഭ്രാന്തനെ പോലെ ജന്മരഹസ്യ രേഖ കാണിച്ചു കൊടുത്തു. കണ്ടോ? ഇനി എനിക്ക് വേണ്ടത് ആ ദൈവപുത്രനെയാണ്. അതും അമ്മയുടെ ഗർഭാവസ്ഥയിൽ ആ രക്തത്തെ ബലി കൊടുത്താൽ. നീയൊന്ന് ആലോചിച്ചു നോക്കു പോൾ. പിന്നെ ഞാൻ ഈ ലോകത്തിന്റെ നാഥൻ. ജോഷ ചിരിച്ചു. വേഗം തന്നെ ആ കെയ്റ്റിനെ കുറിച്ചറിയണം. അവൾ എവിടെയെന്ന്, അവളുടെ ഫോട്ടോ വേണം. എനിക്കത് അയച്ചു കൊടുക്കണം. ശരി ജോഷ. പോൾ അവിടെ നിന്നും പോയി. ദൈവപുത്രനെ ബലി കൊടുക്കുക എന്നതായിരിക്കും എന്റെ ധർമ്മം. പ്രിയ ദൈവമേ,
എന്റെ കാവലാളെ, നിന്റെ അകം തുടിക്കുന്നത് ദൈവപുത്രന്റെ രക്തത്തിനായാണെന്ന് എനിക്കറിയാം. ആ രക്തം കൊണ്ട് ഞാൻ അങ്ങയുടെ ദാഹം തീർക്കുന്നതാണ്. ജോഷ കൈകൾ ഉയർത്തി കണ്ണുകൾ അടച്ച് പ്രാർത്ഥിച്ചു. കാതറിൻ ലാപ്ടോപ്പ് തുറന്ന് നഥാന്റെ വിളിക്കായി കാത്തുനിന്നു. ഇതെന്താ വിളിക്കാത്തത്? കാതറിൻ ലാപ്ടോപ്പിന്റെ മുന്നിൽ നിന്ന് എഴുന്നേറ്റ് ജനലിന്റെ അടുത്ത് പോയി നിന്ന് ഇരുട്ടിലേക്ക് നോക്കി നിന്നു. ഇടയ്ക്കിടയ്ക്ക് അവൾ ലാപ്ടോപ്പിലേക്ക് നോക്കി. പെട്ടെന്ന് നഥാൻ എന്ന് കാണിച്ചപ്പോൾ അവൾ ചെന്ന് ലാപ്ടോപ്പിന് മുന്നിലിരുന്നു. കാതറിൻ, നഥാൻ അവളെ നോക്കി ചിരിച്ചു. എന്തെടുക്കുവാ അമ്മയും കുഞ്ഞും? അവൾ വയറ്റിൽ കൈവച്ച് അവനെ നോക്കി പുഞ്ചിരിച്ചു. എന്നാ വരിക? അവൾ ആംഗ്യം കാണിച്ചു. ഞാൻ വേഗം വരും. ഇരുണ്ട ഭൂമിയിൽ കൂടി പോയി ഞാൻ വേഗം വരും. ഇരുണ്ട ഭൂമിയെന്ന് കേട്ടപ്പോൾ കാതറിന്റെ മുഖം മാറിയത് നഥാൻ ശ്രദ്ധിച്ചു. എന്തേ? നഥാൻ ചോദിച്ചു. അവൾ ഒന്നുമില്ലെന്ന് തലയാട്ടി. കഴിച്ചോ നീ? കഴിച്ചോ? അവൾ ആംഗ്യം കാണിച്ചു. ഞാൻ കഴിച്ചു. ഇവിടുത്തെ ഫുഡ് ഇത്ര കാലമായിട്ടും എനിക്ക് ശരിയായിട്ടില്ല കാതറിൻ. ഇനി അവിടെ വന്നിട്ട് നിന്റെ കൈ കൊണ്ടുണ്ടാക്കിയ ഫുഡ് കഴിച്ച് വേണം എനിക്ക് റെഡിയാവാൻ. ആകെ മാറി, താടിയൊക്കെയായി. കാതറിൻ നഥാനെ നോക്കി. അച്ഛനായില്ലേടി, ഇത്തിരി മെച്യൂരിറ്റി ആകാമെന്ന് വെച്ചു. നഥാൻ ചിരിച്ചു. കാതറിനും കൊള്ളാമോ? അവൾ കൈകൊണ്ട് സൂപ്പർ എന്ന് കാണിച്ചു. നിനക്ക് ക്ഷീണമുണ്ടോ? അവൾ ഇല്ലെന്ന് തലയാട്ടി. കാണണം. അവളുടെ കണ്ണുകൾ നിറഞ്ഞു. കുറച്ച് ഡേയ്സ്, കൂടിപ്പോയാൽ ഒരാഴ്ച. പറന്നെത്തില്ല ഞാൻ. കാണാൻ എനിക്കും ദിവസം കഴിയുന്തോറും കൊതി കൂടുക. റെസ്റ്റ് എടുത്തോ നീ, എനിക്ക് നല്ല ഉറക്കം വരുന്നുണ്ട്. നഥാൻ പറഞ്ഞു. ബൈ, മിസ് യു, ലവ് യു. നഥാൻ കാതറിനെ നോക്കി. അവൾ ശരിയെന്ന് തലയാട്ടി. കോൾ കട്ടായപ്പോൾ കാതറിൻ ലാപ്ടോപ്പ് മാറ്റിവെച്ച് ബെഡിൽ കിടന്നു. മിസ് യു, കാതറിൻ പറഞ്ഞു. ഇരുണ്ട ഭൂമിയെയും കാതറിനെയും കുറിച്ച് ആലോചിച്ച് നഥാൻ ഉറക്കത്തിലേക്ക് വീണു. സമയം അർദ്ധരാത്രിയും കഴിഞ്ഞിരുന്നു. പുറത്ത് തണുത്ത കാറ്റ് ആരുടെയോ വരവറിയിച്ചുകൊണ്ട് പതിയെ വീശി തുടങ്ങി. മെല്ലെ മിന്നലുകൾ ആകാശത്ത് വെളിച്ചം വിതറി. പുറത്ത് പ്രകൃതി മാറുന്നത് നഥാൻ അറിഞ്ഞില്ല. കാറ്റ് ജനലിനിടയിലൂടെ റൂമിലേക്ക് വന്ന് നഥാന്റെ മടിയിൽ തലോടിപ്പോയി. നഥാൻ! ആരോ അവന്റെ പേര് വിളിച്ചു. നഥാൻ ഉറക്കത്തിലും വിളി കേട്ടു. നഥാൻ! പെട്ടെന്ന് നഥാൻ ഞെട്ടി ഉണർന്നെഴുന്നേറ്റ് ചുറ്റും നോക്കി. ആരോ എന്നെ വിളിച്ചല്ലോ. നഥാൻ! അവൻ വീണ്ടും ശബ്ദം കേട്ടു. ആരാ? നഥാൻ ചോദിച്ചു. അവൻ സൈഡിൽ നിന്ന് എഴുന്നേറ്റ് ഡോറ് തുറന്ന് വീടിനുള്ളിലെല്ലാം നോക്കി. നഥാൻ! വിളി വീടിന് പുറത്തു നിന്നാണെന്ന് അവന് മനസ്സിലായി. നഥാൻ ഡോറ് തുറന്ന് പുറത്തേക്കിറങ്ങി. പുറത്ത് നല്ല കാറ്റുണ്ടായിരുന്നു. നഥാൻ പുറത്തിറങ്ങി നടന്നു. നഥാൻ! വീണ്ടും വിളി കേട്ടു. നഥാൻ വിളി കേൾക്കുന്ന ദിക്കിലേക്ക് നടന്നു. എവിടേക്കെന്നറിയാതെയുള്ള ആ നടപ്പ് ഏറെ ദൂരം മുന്നോട്ട് പോയി. ഇടതൂർന്ന മരങ്ങൾക്കിടയിലൂടെ നഥാൻ നടന്നു. വിളി നിന്നപ്പോൾ അവൻ അവിടെ നിന്നു. നഥാൻ! പിന്നിൽ നിന്നുള്ള വിളി കേട്ടപ്പോൾ അവൻ തിരിഞ്ഞു നോക്കി. അവന് തന്റെ കണ്ണുകളെ വിശ്വസിക്കുവാൻ കഴിഞ്ഞില്ല. ഇമ്മാനുവലേഥൻ? അറിയാതെ നഥാൻ ഉച്ചരിച്ചു. ഇമ്മാനുവേൽ നഥാനെ നോക്കി പുഞ്ചിരിച്ചു. ഇവിടം നിനക്ക് മാത്രം ഇത്തരം കാഴ്ചകൾ കാണാം നഥാൻ. മരിച്ചുപോയ എന്നെ കാണുന്നത് പോലെ. തനിക്ക് മുൻപിൽ നിൽക്കുന്നത് മരിച്ചുപോയ ഇമ്മാനുവൽ ഏഥനാണെന്ന് നഥാന് മനസ്സിലായെങ്കിലും നഥാന് ഭയം തോന്നിയില്ല. എന്തിനാ എന്നെ ഇങ്ങോട്ട് വരുത്തിയത്? ഇമ്മാനുവൽ നഥാനെ നോക്കി. നീ പഠിച്ച നിയമങ്ങൾ, ആചാരങ്ങൾ എല്ലാം പ്രാവർത്തികമാക്കാനാണെങ്കിൽ നഥാൻ, പുത്ര, നിന്റെ ജീവിതം ഏഥൻ എന്നതിൽ കുരുങ്ങിക്കിടക്കും. ഏഥനിലെ ഏതൊരംഗത്തെയും പോലെ സ്വന്തം ഇഷ്ടങ്ങൾക്കനുസരിച്ച് ജീവിക്കുവാൻ വിശുദ്ധ ഏഥനാകില്ല. നിയമങ്ങൾക്കനുസരിച്ച് വിശുദ്ധ ഏഥന് ജീവിക്കുവാൻ കഴിയൂ. സ്വന്തം ഇഷ്ടങ്ങളെല്ലാം ബലി കഴിക്കേണ്ടി വരും. ഇല്ല, എന്റെ ഇഷ്ടങ്ങളൊന്നും ഒരിക്കലും ഞാൻ ബലി നൽകില്ല. കാതറിൻ ജൂതയാണെങ്കിലും അല്ലെങ്കിലും, അവൾ ഏഥൻ കുടുംബത്തിലെ അടിമയാണെങ്കിലും അല്ലെങ്കിലും. ധീരനാണ് നീ. എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമായി. നീ നിയമങ്ങൾ അനുസരിക്കാതിരിക്കണമെങ്കിൽ അതിന് നീ എത്രയും പെട്ടെന്ന് ഈ നാട്ടിൽ നിന്ന് പോകണം. ഇവിടെ നിന്നാൽ നിയമങ്ങൾ നീ അനുസരിക്കേണ്ടി വരും. എന്തു വന്നാലും തിരിച്ച് ഈ മണ്ണിലേക്ക് വരരുത്. നിന്റെ പുത്രൻ, അതായത് ദൈവത്തിന് ജനിക്കുന്ന ദൈവപുത്രൻ, അവന്റെ രക്തത്തിനു വേണ്ടിയാണ് ഇനി സാത്താന്റെ സന്തതികളുടെ കാത്തിരിപ്പ്. ഒന്നുകൂടി ഞാൻ പറയുകയാണ് നഥാൻ, നിനക്ക് ജനിക്കാൻ പോകുന്ന പുത്രൻ ഞാനാണ്. എവിടെയോ എന്റെ എസ്തേറും ജനിക്കും. എന്റെ ജീവൻ
നീ പാതി വഴിയിൽ ഇല്ലാതെയാക്കാൻ അനുവദിക്കരുത്. ഏതൻ. നഥാൻ ഇമ്മാനുവലിനെ നോക്കി നിൽക്കെ ഇമ്മാനുവൽ ചിരിച്ചുകൊണ്ട് മറഞ്ഞു. ഇനി നിന്നാ വൈകും. മാമി കാതറിനെ നോക്കിക്കോളണേ, ലക്കി മാമിയോട് പറഞ്ഞു. ആ, ഞാൻ നോക്കിക്കോളാം, നീ പോയി വാ. ശരി, പോട്ടെ കാതറിൻ. പോട്ടെടാ, നീ ഇവിടെ തന്നെ വേണം, ലക്കി ആൽവിനോട് പറഞ്ഞു. ഓക്കെ അളിയ. മുറ്റത്ത് ഒരു കാറ് വന്ന് നിന്നതിൽ നിന്ന് ജോബിൻ ഇറങ്ങി. പോകാം, ജോബിൻ പറഞ്ഞു. നീ ടാക്സിയിലാണോ പോകുന്നേ? ആൽവിൻ ചോദിച്ചു. യെസ്, കാർ ഇവിടെ കിടന്നോട്ടെ, ആവശ്യം വരുമല്ലോ. ഓക്കെ. ലക്കി കാറിൽ കയറി എല്ലാവരെയും നോക്കി കൈവീശി കാണിച്ചു. ലക്കി പോയപ്പോൾ കാതറിനും ആൽവിനും ഒഴികെ ബാക്കി എല്ലാവരും അകത്തേക്ക് പോയി. ഇനി ഞാൻ കൂടിയേ പോകാനുള്ളൂ, ആൽവിൻ കാതറിനെ നോക്കി. പക്ഷെ ഞാൻ പോകുമ്പോൾ ഒരാളൂടെ ഉണ്ടാവും. കാതറിൻ ആൽവിനെ നോക്കി. നിനക്ക് പോകാൻ സമയമായി ആൽവിൻ, തിരിച്ചു വരവില്ലാത്തൊരു യാത്ര. കാതറിൻ ആൽവിന്റെ മുഖത്തേക്ക് തന്നെ നോക്കി നിന്നു. പതിയെ കാതറിന്റെ മുഖത്ത് ചിരി വിടർന്നു. അവൾ അകത്തേക്ക് കയറിപ്പോയി. ആൽവിന് കാതറിന്റെ ചിരിയുടെ അർത്ഥം മനസ്സിലായില്ല. അവൾ എന്താ എന്നെ നോക്കി ചിരിച്ചത്? ഇനി ഒരാളെ കൂടെ കൊണ്ടുപോകുമെന്നതിന്റെ അർത്ഥം അവൾക്ക് മനസ്സിലായോ? ആയെങ്കിൽ നല്ലത്. ആൽവിൻ ചിരിച്ചു. ആൽവിൻ. കാതറിൻ പോകുന്നത് നോക്കി നിന്നിരുന്ന ആൽവിനെ ദേഷ്യത്തോടെ എലീന വിളിച്ചു. ആൽവിൻ എലീനയെ നോക്കി. എന്താ എലീന? ലക്കി എവിടെ പോവുക? അവനോ? അവൻ മുംബൈ, എന്തോ മീറ്റിംഗ്. ലക്കി പോയതിന്റെ സന്തോഷമാണോ നിന്റെ മുഖത്ത്? ഏയ്, അവനോട് പോയാൽ ഞാൻ ഒറ്റയ്ക്കല്ലേ എലീന, എനിക്കെന്ത് സന്തോഷം. എന്നോട് കള്ളം പറയണോ ആൽവിൻ? ലക്കി പോയാൽ കാതറിൻ മാത്രമേ ഇവിടെ ഉള്ളൂ. വേണ്ട ആൽവിൻ, അവൾ പ്രഗ്നന്റ് ആണ്. എലീന പറഞ്ഞത് കേട്ട് ആൽവിൻ അവളെ കളിയാക്കി ചിരിച്ചു. എന്റെ എലീന, ഞാൻ അവളെ പിടിച്ച് വിഴുങ്ങൊന്നുമില്ല. നീ ഓവറായി ടെൻഷൻ അടിക്കണ്ട. പിന്നെ നിനക്കെന്നു മുതലാണ് അവളോട് ഇത്ര സ്നേഹം തുടങ്ങിയത്? നീ തന്നെയല്ലേ പറഞ്ഞത് അവൾ നിന്റെ എനിമിയാണെന്ന്? നിന്റെ ശത്രു എന്റെയും ശത്രു. ആൽവിൻ ചിരിച്ചുകൊണ്ട് അകത്തേക്ക് പോയി. ദിവസങ്ങൾ കടന്നുപോയി. ലക്കി കൊൽക്കത്തയിലെത്തി വിസ്ഡം ചാരിറ്റിയിൽ പോയി എല്ലാ രേഖകളും കണ്ടെത്തുന്ന തിരക്കിലായി. നഥാന്റെ പഠനത്തിന്റെ അവസാന ദിനം. ഡാനി പറഞ്ഞ പോലെ നഥാൻ തന്റെ ഇരുണ്ട ഭൂമിയിലേക്കുള്ള യാത്രയ്ക്കായി തിരഞ്ഞെടുത്തത് ആ ദിനമായിരുന്നു. ഇരുണ്ട ഭൂമിയിലുള്ളവർ വെറുക്കുന്ന, അവരുടെ പ്രാർത്ഥനകളുടെ ശക്തി ക്ഷയിക്കുന്ന, ഭൂമിയിലെല്ലായിടവും നിലാവ് പടരുന്ന ദിവസം, പൗർണമി. ഡാനി പറഞ്ഞ നിർദ്ദേശമനുസരിച്ച് നഥാൻ തന്റെ കറുപ്പ് കോട്ടെടുത്തിട്ടു. നഥാൻ കണ്ണാടിയിൽ നോക്കി. ആൽവിൻ മാമിക്കായി അമ്മച്ചി എടുത്തുവെച്ച പാലിലേക്ക് ഉറക്ക ഗുളിക പൊടിച്ചതിട്ടിളക്കി. പുറത്ത് ആഞ്ഞു വീശുന്ന കാറ്റ് തെല്ലൊന്ന് ആൽവിനെ ഭയപ്പെടുത്തി. മാമി വരുന്നുണ്ടെന്ന് തോന്നിയ ആൽവിൻ ഒരിടത്ത് ഒളിച്ചു നിന്നു. മാമി വന്ന് പാലെടുത്ത് കുടിച്ച് മുറിയിലേക്ക് പോയി. ആൽവിൻ ഒരു ചിരിയോടെ തന്റെ മുറിയിലേക്ക് പോയി അലമാരയിൽ നിന്നും സാത്താന്റെ വേദമെഴുതിയ മാല എടുത്തണിഞ്ഞു. അതിൽ തൊട്ട് ആൽവിൻ എലീന പഠിപ്പിച്ച മന്ത്രങ്ങൾ ഉരുവിട്ടുകൊണ്ട് നിന്നു. ആൽവിൻ കണ്ണുകൾ തുറന്ന് കാതറിന്റെ മുറി ലക്ഷ്യമാക്കി നടന്നു. ഒരിടത്ത് കാറ് നിർത്തി നഥാൻ ഇറങ്ങി. ഇനി ഇവിടെ നിന്ന് അളക്കണം. നഥാൻ നിലാവിന്റെ വെളിച്ചത്തിൽ നടന്നു. ദൂരെ ചില വെളിച്ചങ്ങൾ കാണുന്നുണ്ടായിരുന്നു. നഥാൻ പതിയെ നടന്നു. ഇന്നൊരു രാത്രി കഴിഞ്ഞാൽ നാളെ ഈ നേരം എന്റെ കാതറിനൊപ്പം ഏതൻ ഗാർഡനിൽ. നഥാന്റെ മുഖത്തൊരു പുഞ്ചിരി വിടർന്നു. ആൽവിൻ കാതറിന്റെ മുറിയുടെ വാതിൽ തുറന്നു. അരണ്ട വെളിച്ചത്തിൽ ഉറങ്ങുന്ന കാതറിനെ ആൽവിൻ നോക്കി നിന്നു. എലീന ജോഷ് അയച്ച ഫോട്ടോ ഡൗൺലോഡ് ആകുന്നത് നോക്കിയിരിക്കുകയായിരുന്നു. ഈ റേഞ്ച് ഇല്ലാത്തതിന്റെ ഒരു കഷ്ടം, അവൾ സ്വയം പറഞ്ഞു. വല്ലാത്തൊരു കാറ്റ്. ഇരുണ്ട ഭൂമിയുടെ മുന്നിൽ നഥാൻ നിന്നു. ആൽവിൻ കാതറിന്റെ അടുത്തേക്ക് വന്നു. എലീന ഫോട്ടോ ഡൗൺലോഡ് ആകുന്നത് നോക്കിയിരുന്നു. നഥാൻ ആ മണ്ണിലേക്ക് കാലുകുത്തിയതും വലിയൊരു ശബ്ദത്തോടെ ഇരുണ്ട ഭൂമിയുടെ മണ്ണിന് മുകളിൽ മിന്നലോടെ ഇടിവെട്ടിയതും, ആൽവിൻ കാതറിനെ തൊട്ടതും, കാതറിൻ കണ്ണു തുറന്നതും, എലീനയുടെ ഫോണിലേക്ക് വന്ന ഫോട്ടോ ഡൗൺലോഡ് ആയതും ഒരുമിച്ചായിരുന്നു. കാതറിൻ? എലീന ഫോട്ടോ നോക്കി പറഞ്ഞു.